മക്കൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററിലെ കീം 2025 PYQs ആണ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ഓഫ് 5 നമ്പേഴ്സ് 2, 4, 6, 8, 10 ഇവരുടെ എന്ത് ചെയ്യണം? മീൻ ഡീവിയേഷൻ ഫ്രം മീൻ കാണണം. എടാ, മീൻ ഡീവിയേഷൻ ഫ്രം മീൻ കാണാൻ എന്തായിരുന്നു ഫോർമുല? മീൻ ഡീവിയേഷൻ ഫ്രം മീൻ അതൊരു അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ആവുമ്പോൾ സിഗ്മ മോഡുലസ് ഓഫ് xi മൈനസ് എക്സ് ബാർ ഓൾ ഡിവൈഡഡ് ബൈ n എന്നല്ലേ ഫോർമുല പഠിച്ച്? ഇതായിരുന്നു മീൻ ഡീവിയേഷൻ ഫ്രം മീൻ കാണാനുള്ള ഫോർമുല. അപ്പോൾ അതിൽ എന്താ അറിയണം? മീൻ അറിഞ്ഞാൽ മാത്രമേ മീൻ ഡീവിയേഷൻ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മീൻ എന്തായിരിക്കും? എക്സ് ബാർ ഇസിക്കൽ ടു 2 + 4 + 6 + 8 + 10 ഓൾ ഡിവൈഡഡ് ബൈ എത്ര ആൾക്കാരുണ്ട്? 5 പേരുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇത് 10, 12, 8, 20, 30 വരും. 30/5 എന്ന് പറഞ്ഞാൽ ആൻസർ എന്ത് വരും? 6 ആയിരിക്കും. അപ്പോൾ നമ്മൾ കാണേണ്ട കാര്യം ഇത് 6 ആണ് മീൻ എന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ കാണണം. മീൻ ഡീവിയേഷൻ ഫ്രം മീൻ കാണാൻ എന്ത് ഫോർമുല? ഇതാണ് ഫോർമുല. ഇതിനർത്ഥം എന്താ? മോഡുലസ് ഓഫ് xi മൈനസ് എക്സ് ബാർ എന്ന് പറയുമ്പോൾ ഓരോ ടേമിൽ നിന്നും മീനിലേക്കുള്ള ഡിഫറൻസ്. അപ്പോൾ അതിന്റെ മോഡുലസ് വാല്യൂ, അതിന്റെ ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. 2ൽ നിന്ന് 6ലേക്കുള്ള ഡിഫറൻസ് എത്ര? അത് 4. 4ൽ നിന്ന് 6ലേക്കുള്ള ഡിഫറൻസോ? അത് 2. ഇനി 6ൽ നിന്ന് 6ലേക്കുള്ള ഡിഫറൻസ് 0 ആണ്. 8ൽ നിന്ന് 6ലേക്കുള്ള ഡിഫറൻസ് 2 ആണ്. 10ൽ നിന്ന് 6ലേക്കുള്ള ഡിഫറൻസ് 4 ആണ്. ഓൾ ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 6 + 6 12 ആണ്. 12/5 എന്നാണ് ആൻസർ കിട്ടുക. 12/5 റെഡി. 12/5 എന്ന് പറയുമ്പോൾ അവിടെ പോയിന്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എത്ര വരും? 2 ടൈംസ് പോവും. 2 പോയിന്റ്, റിമൈൻഡർ 2 വരും. 20ൽ 4 ടൈംസ് 2.4 is the right answer. Option A is correct. Clear അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ദ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഫോർ ദി ഫോളോയിങ് ഡാറ്റ. വീണ്ടും കാണേണ്ടത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീനാ. അപ്പോൾ നമ്മുടെ ഈ ഫോർമുലയിൽ എന്തായിരുന്നു? ഇത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്. നേരെ മറിച്ച് ഇവിടെ ടാബുലാർ കോൾ ആയിട്ട് കൊടുത്തു കാണണ്ടോ? 2 എന്നുള്ള എലമെന്റ് 7 ടൈംസ് ഉണ്ട്, 4 എന്നുള്ളത് 4 ടൈംസ് ഉണ്ട്, 6 5 ടൈംസ് ഉണ്ട്, 10 4 ടൈംസ് ഉണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പ്ഡ് ഡാറ്റ ആവുന്ന സമയത്ത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാണാൻ എന്തായിരുന്നു ഫോർമുല? സിഗ്മ fi ഇൻറ്റു മോഡുലസ് ഓഫ് xi മൈനസ് എക്സ് ബാർ ഓൾ ഡിവൈഡഡ് ബൈ n എന്ന് പറയുമ്പോൾ എന്താ? സിഗ്മ xi. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? മീൻ ഡീവിയേഷൻ ഫ്രം മീൻ കിട്ടും. അതിന് എന്ത് കാണണം? മീൻ കാണണം. മീൻ കാണാൻ എന്തായിരുന്നു ഫോർമുല? എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ fi xi ബൈ സിഗ്മ fi എന്നാണ് വരിക. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ആൾക്കാരെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാലേ, ഇവിടെ നമ്മൾ ആ ടാബുലർ കോൾ ഒന്ന് വരച്ച് നോക്കാം. ഇവിടെ xiകളുണ്ട്, അതേപോലെ fiകളുണ്ട്. ഏതൊക്കെയായിരുന്നു? ഇവിടെ 2ഉം 7ഉം, പിന്നെ 4ഉം 4ഉം, 6ഉം 5ഉം, 10ഉം 4ഉം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിഗ്മ fi xi കാണണമെങ്കിൽ അടുത്തൊരു കോളാക്കിയിട്ട് fi xi ഉണ്ടാക്കണം. fi xi. അപ്പോൾ fi xi എന്താ? 2 × 7 14, 4 × 4 16, 6 × 5 30, 10 × 4 14 വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവരുടെ സമ്മ് 70യും 16, 86, 90, 100 അല്ലേ വരിക? ഇത് 100 വരും. പിന്നെ സിഗ്മ fi എന്താ? ഇത് 4, 11, 11ഉം 16, ഇത് 20 ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 100/20 ആൻസർ എന്താ? 5. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുലയിൽ എന്താ ആവശ്യമുണ്ട്? മോഡുലസ് ഓഫ് xi മൈനസ് എക്സ് ബാറിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അടുത്തൊരു കോളാക്കിയിട്ട് എന്തുണ്ടാക്കും? xi മൈനസ് എക്സ് ബാറിന് ഉണ്ടാക്കും. എന്നിട്ട് അതിനെ fi-നെ കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ fi ഇൻറ്റു മോഡുലസ് ഓഫ് xi മൈനസ് എക്സ് ബാർ. നമ്മൾ നോക്കുമ്പോൾ അതായത് ഓരോ ടേമും എക്സ് ബാർ, അതായത് 5ൽ നിന്നുള്ള ഡിഫറൻസ്, 2ൽ നിന്ന് 5ലേക്ക് ഉള്ള ഡിഫറൻസ് 3 ആണ്, 4ൽ നിന്ന് 1 ആണ്, 6ൽ നിന്നും 1 ആണ്, 10ൽ നിന്ന് 5ലേക്ക് 5 ആണ്. അതിനെ fi-നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ ഇവിടെ fi 7 × 3 എന്താ? 21 ആണ്. 4 × 1 അത് 4 ആണ്. 5 × 1 അത് 5 ആണ്. 4 × 5 അത് 20 ആണ്. അപ്പോൾ ഇതെല്ലാതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 24 + 1 4 21 + 4 25 ആണ്, +5 30 ആണ്, 30 + 20 50 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാണ് ഇവരുടെ വാല്യൂ വരിക. ഇനി ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അതായത് ഇതിൻ്റെ വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു, നോക്ക്, സിഗ്മ fi ഇൻറ്റു ഇതിൻ്റെ സമ്മ എത്ര? 50 ഡിവൈഡഡ് ബൈ സിഗ്മ fi എത്രയാണ്? 20. അപ്പോൾ 50/20 5/2 എന്ന് വരും. 5/2 എന്ന് പറഞ്ഞാൽ എത്ര? 2.5. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. കേട്ടോ, ഈസി ആയിട്ട് ചെയ്യാം. ഈസി ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി നമ്പേഴ്സ്. കേട്ടോ,
അപ്പോൾ നമ്മൾ വാരിയൻസ് കണ്ടിട്ട് അതിൻ്റെ റൂട്ട് എടുത്താലല്ലേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വാരിയൻസ് കാണാൻ നമ്മൾ 2 ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്തായാലും മീൻ കാണണം, 2 ഫോർമുലയിലും മീൻ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എക്സ് ബാർ ഒന്ന് കാണണം. എക്സ് ബാർ എന്താ? -3 + 0 + 3 + 8 / 4. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഇവിടെ 8/4 2 എന്ന് വരും. അപ്പോൾ ഇവിടെ മീൻ എന്താണ്? ഫ്രാക്ഷൻ ഒന്നല്ല. അപ്പോൾ നമ്മൾ വാരിയൻസ് കാണാൻ 2 ഫോർമുല ഉണ്ട്. ഒന്ന് സിഗ്മ xi - x bar all square / n എന്നുള്ളൊരു ഫോർമുലയുണ്ട്. അതേപോലെ സിഗ്മ xi² n - x bar square എന്നുള്ളൊരു ഫോർമുലയുണ്ട്. ഈ 2 ഫോർമുലയിൽ ഏത് ഉപയോഗിക്കാം? അതിൻ്റെ ബേസിക് ഡെഫിനിഷൻ ഒന്നാമത്തെ ഫോർമുലയാണ്. പക്ഷേ ചില മീനൊക്കെ ഫ്രാക്ഷൻസ് ഒക്കെ വരുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ എക്സ് ബാർ 2 എന്ന് കിട്ടുന്നതിന് പകരം 2.4 എന്ന് കിട്ടിയെന്നിരിക്കും. അപ്പോൾ നിങ്ങൾ xi - x bar എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ നമ്പറിൽ നിന്നും ആ മീൻ മൈനസ് ചെയ്തിട്ട് സ്ക്വയർ ചെയ്യണം. അപ്പോൾ ഫ്രാക്ഷൻ വന്നാൽ മൈനസ് ചെയ്യുന്നതിൽ ഫ്രാക്ഷൻ വരും. അപ്പോൾ അതിനെ സ്ക്വയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ മീനൊക്കെ ഫ്രാക്ഷൻ വരികയാണെങ്കിൽ രണ്ടാമത്തെ ഫോർമുല ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഇവിടെ ഞാൻ ഫസ്റ്റ് ഫോർമുല ഉപയോഗിക്കുകയാണ്, കാരണം ഇവിടെ മീൻ കറക്റ്റ് 2 അല്ലേ. അപ്പോൾ ഡിഫറൻസിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. അപ്പോൾ സിഗ്മ സ്ക്വയർ വാരിയൻസ് എന്ന് പറഞ്ഞാലേ ഡിഫറൻസിൻ്റെ സ്ക്വയർ, അതായത് മീനിൽ നിന്ന് ഓരോ ടേമിലേക്കുള്ള ഡിഫറൻസിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 2ൽ നിന്ന് -3ലേക്കുള്ള ഡിഫറൻസ് എത്ര? അപ്പോൾ 5ൻ്റെ സ്ക്വയർ. 2ൽ നിന്ന് 0ലേക്കുള്ള ഡിഫറൻസോ 2ൻ്റെ സ്ക്വയർ. 2ൽ നിന്ന് 3ലേക്കുള്ള ഡിഫറൻസ് അത് 1 ആണ്. 2ൽ നിന്ന് 8ലേക്കുള്ള ഡിഫറൻസ് 6 ആണ്. all / 4 എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് ആൻസർ 25 + 4 + 1 + 36 all / 4 എന്നാണ് ആൻസർ വരിക. ഇവിടെ 36 + 4 എന്താ? 40. 40 + 1 41. 41ഉം 5ഉം 46. 56 66. 66/4 എന്ന് വരും. 66/4. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറയുമ്പോൾ √66/4. 66ൻ്റെ റൂട്ട് 66 തന്നെ എഴുതി. √4 എത്ര? 2 ആണ്. √66/2. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. കേട്ടോ, ഡി ആണ് ആൻസർ ആയിട്ട്. നെക്സ്റ്റ്, in a class there are n students. The mean marks obtained by these n students in an exam is the mean marks അല്ലേ. n സ്റ്റുഡൻസ് ഉണ്ട്, അവരുടെ മീൻ മാർക്ക് എക്സ് ബാർ 65 ആണ്. മീൻ മാർക്ക് 65. പിന്നെ if the mark of one student is increased from 50 to 75, then the new mean is 66. ഇത് ഓൾഡ് മീൻ ആണ്. ന്യൂ മീന് 50 C5 ഒക്കെ ആകുമ്പോൾ ഉള്ള ന്യൂ മീൻ എന്താ? 66 ആണ്. then the value of n is equal to. അവിടെ ബേസിക്കലി ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ xi/n ആണ്. സം ഓഫ് ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. സമ്മ് കാണുക ബൈ നമ്പർ ചെയ്താൽ ഏത് സംഗതിയുടെയും മീൻ കിട്ടും. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണെന്ന് അറിയാം, സിഗ്മ xi = ഈ സം ഓഫ് ഒബ്സർവേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ബൈ n അങ്ങോട്ട് എടുത്താൽ nx ബാർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ടാണ്. അതായത് തന്ന ഡാറ്റയുടെ സമ്മ് കാണണമെങ്കിൽ n × x ബാർ, നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മീൻ ഓഫ് ദി ഡാറ്റ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സം ഓഫ് ഒബ്സർവേഷൻ കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ന്യൂ മീനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ന്യൂ മീൻ എന്ന് പറഞ്ഞാൽ എന്താ? സമ്മ് ബൈ നമ്പർ. അപ്പം ന്യൂ സം. ഓൾഡ് സം എന്താ? ഓൾഡ് സം നമുക്ക് അറിയില്ല. അതായത് പക്ഷെ എന്താ അറിയാം? അവരുടെ മീന് 65 ആണെന്ന് അറിയാം. ഇവിടെ n ആൾക്കാരുണ്ട് എന്ന് അറിയാം. അപ്പം ഞാൻ nx ബാർ എന്ന് എഴുതും. പിന്നെ എന്ത് ചെയ്യണം? എന്നിട്ട് അതിലൊരു വ്യത്യാസം വരികയാണ്. എന്താ വ്യത്യാസം? അതിൽ ഒരാളുടെ മാർക്ക് ഓഫ് വൺ സ്റ്റുഡൻറ് ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 50 to 75. ആദ്യം ഇതിൽ 50 വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത്. അതിൽ നിന്ന് 75ലേക്ക് മാറി എന്ന് പറയുമ്പോൾ എത്രയും കൂടിയിട്ടുണ്ടാവുക? അതിൻ്റെ സമയം 25 അല്ലേ കൂടിയിട്ടുണ്ടാവുക? 50ൽ നിന്ന് 75ലേക്ക് എന്ന് പറയുമ്പോൾ 25 മാർക്ക് കൂടിയിട്ടുണ്ടാവും പുതിയ ഡാറ്റയിൽ. അത് all / n ഇങ്ങനെ ആയിരിക്കും വരിക പുതിയ മീൻ. അതായത് ആദ്യത്തെ സം ഓഫ് ഒബ്സർവേഷന് പ്ലസ് ഐക്ക് 25 കൂടി ബൈ n ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പുതിയ മീൻ കിട്ടും. പുതിയ മീനിൻ്റെ ആൻസർ 66 ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. n × x ബാർ എന്ന് പറഞ്ഞാൽ അത് 65 ആണെന്ന് അറിയാം. പ്ലസ് 25 all / n എന്ന് വരും. ഈ ബൈ n ഞാൻ പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? 66n = 65n + 25 എന്ന് വന്നു. ഈ 65n ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നു. 66n - 65n എന്താ? n = 25 എന്ന് വന്നു. n = 25. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. ക്ലിയർ? ഇത് മീൻ ഓഫ് 12 + x, 17 + x, 25 + x, 34 + x is 22. then the mean of വേറെ ഡാറ്റൻ്റെ മീൻ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ആദ്യം ഈ മീനിൽ ഒരു അൺനോൺ വാല്യൂ എക്സ് ഉണ്ട്. ആ എക്സിൻ്റെ വാല്യൂ കണ്ടെത്താനേ ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് മീൻ എന്താ? 22 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മീൻ എങ്ങനെ കാണാൻ? സമ്മ് ബൈ നമ്പർ. ഇവരെ ഒന്ന് സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ?
12 പ്ലസ് എക്സ് പ്ലസ് 17 പ്ലസ് എക്സ് പ്ലസ് 25 പ്ലസ് എക്സ് പ്ലസ് 34 പ്ലസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 4 എന്ന് വന്നു. ഇതാണ് എന്ത് 22. ഇനി ഇത് ചെയ്യുന്ന സമയത്ത് നോക്കടാ 12 പ്ലസ് 17 എന്താ 29. 29ഉം 25ഉം 54. 54ഉം 34 എത്ര 58 88 വരും 88 പ്ലസ് 4 എക്സുകളുണ്ട് 4x. ഈ ബൈ 4 അങ്ങനെ എടുത്താൽ ഇൻറ്റു 4. അപ്പോൾ 22 ഇൻറ്റു 4 എത്ര 88 വരും. അപ്പോൾ 4xൻ്റെ വാല്യൂ 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ പിന്നെ കാണേണ്ടത് ഇതെന്ത് മീൻ ഓഫ് ഇവരുടെ ഡാറ്റയാണ്. ഇതൊക്കെ എക്സ് 0 അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മീൻ പുതിയ ഡാറ്റൻ്റെ മീൻ കാണണമെങ്കിൽ ഇവിടെ എന്താ 38 പ്ലസ് 0 38 പ്ലസ് 42 പ്ലസ് 0 അത് 42 ആണ് പ്ലസ് 52 പ്ലസ് 0 52 ആണ് 60 പ്ലസ് 0 60 ആണ് ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ ഞാൻ ആൻസർ കിട്ടൂലേ. അപ്പോൾ ഇവർ തമ്മിൽ സം ചെയ്യുന്ന സമയത്ത് 38 പ്ലസ് 42 എന്താവും 80 ആവും. 80ഉം 52ഉം 132 പ്ലസ് 60 എത്ര 192 അല്ലേ 192 ബൈ 4 എന്ന് വരും. ഇത് ചെയ്യുമ്പോൾ 19ൽ 4 എത്ര പ്രാവശ്യം 4 ടൈംസ് റിമൈൻഡർ 3 ആണ് 32ൽ 8 പ്രാവശ്യം അല്ലേ 48 ആയിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് എടുക്കാം. The standard deviation of the 6 numbers x1, x2, x3, etc. up to x6 is 4. Then the variance of 2x1 plus 3, 2x2 plus 3, etc. up to 2x6 plus 6 plus 3. അതായത് സംഭവിക്കുന്നത് ഒരു ഡാറ്റയുടെ എല്ലാ ഡാറ്റാസിനെയും 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 3 ആഡ് ചെയ്തു. അപ്പോൾ കിട്ടുന്ന പുതിയ ഡാറ്റയുടെ വേരിയൻസ് എന്താണെന്ന് ചോദിക്കുന്നത്. സിമ്പിൾ ലോജിക്കാണ്. അവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു നോട്ടുണ്ട്. അതായത് yi is equal to axi plus b ആണെങ്കിൽ അതായത് പഴയ ഡാറ്റയാണ് xi അതായത് x1 x2 x3 etc xn അതിനാണ് xi എന്ന് പറയാം. ആ ഓരോ പഴയ ഡാറ്റയെയും എനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് b ആഡ് ചെയ്തു എന്ന് എഴുതിക്കോ. അപ്പോൾ കിട്ടുന്ന പുതിയ ഡാറ്റനെ ഞാൻ yi എന്ന് വിളിച്ചു. അതായത് y1 y2 y3 അങ്ങനെ വിളിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് അങ്ങനെ എഴുതാം. ഇതിൻ്റെ മീൻ എങ്ങനെ ആയിരിക്കും y bar is equal to ax bar plus b എന്ന് എഴുതാം. അപ്പോൾ പുതിയ ഡാറ്റയുടെ മീൻ കിട്ടണമെങ്കിൽ നിങ്ങൾ പഴയ മീൻ എന്ത് ചെയ്യുക എനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബി ആഡ് ചെയ്താൽ മതി. അതാണ് y ബാർ എന്ന് വരിക. ഇതേപോലെ വാരിയൻസ് കാണണമെങ്കിൽ വാരിയൻസിനെ വേണമെങ്കിൽ സിഗ്മ സ്ക്വയർ എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ വാരിയൻസ് ഓഫ് yi ഇങ്ങനെ വി ഓഫ് എന്ന് എഴുതാം. റെഡി. വാരിയൻസ് എന്ന് പറഞ്ഞാൽ പുതിയ ഡാറ്റയുടെ വാരിയൻസ് കാണണമെങ്കിൽ പഴയ ഡാറ്റയുടെ വാരിയൻസിനെ എ സ്ക്വയറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വാരിയൻസ് കാണുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും അതിൻ്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് ആഡ് ചെയ്തതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്തതുകൊണ്ട് വാരിയൻസിൽ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറയുന്ന സമയത്തോ ഈ വാരിയൻസിന്റെ റൂട്ട് അല്ലേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y എന്ന് പറഞ്ഞാൽ എ സ്ക്വയറിന്റെ റൂട്ട് എ തന്നെയാണ്. ഈ വാരിയൻസിന്റെ റൂട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് തന്നെയാണ്. ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ പറയുമ്പോൾ മോഡുലസ് ഓഫ് എ എന്ന് പറയാറുണ്ട്. കാരണം നെഗറ്റീവ് വന്നാലും അതിൻ്റെ പിന്നെ അതെന്താണ് എറർ അല്ലേ. അപ്പോൾ അതിൻ്റെ മോഡുലസ് വാല്യൂ ആണ് നമ്മൾ എടുക്കൽ ചേഞ്ച്. അപ്പോൾ ഈ ഒരു ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുക എല്ലാ ആൾക്കാരും നിർബന്ധമായിട്ട് അത് ബൈ ഹാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി നമ്പേഴ്സ് കുറച്ച് നമ്പേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് xi എന്ത് തന്നു 4 തന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാരിയൻസ് ഓഫ് xi എന്തായിരിക്കും അതിൻ്റെ സ്ക്വയർ അല്ലേ. ഇത് സിഗ്മ ആണെങ്കിൽ സിഗ്മ സ്ക്വയർ അല്ലേ ഇത് 16 വരും. ഇനി ഇവിടെ yi എന്ന് പറഞ്ഞ നമ്പേഴ്സിൻ്റെ പ്രത്യേകത ഇവിടെ എല്ലാ നമ്പേഴ്സിനും എന്ത് ചെയ്തു 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 3 ആഡ് ചെയ്തില്ലേ. അപ്പോൾ അത് ഇറ്റ് ഈസ് ലൈക്ക് 2xi plus 3 ആണ്. 2xi plus 3 എന്നുള്ള രൂപത്തിലുള്ള ഒരു നമ്പറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ വാരിയൻസ് കാണുമ്പോൾ ഇതിൻ്റെ വാരിയൻസ് ഓഫ് yi is equal to എന്ത് വരും 2 സ്ക്വയർ ഇൻറ്റു വാരിയൻസ് ഓഫ് xi എന്ന് വരും. അതായത് 4 ഇൻറ്റു വാരിയൻസ് ഓഫ് xi എന്താ വാരിയൻസ് ഓഫ് xi എന്ന് പറയുമ്പോൾ 16 ആണ്. അപ്പോൾ 4 ഇൻറ്റു 16 എത്ര 64 എന്ന് വന്നു. നമ്മളോട് ഇവിടെ ചോദിച്ചെന്താ വാരിയൻസ് അല്ലേ. വാരിയൻസ് 64. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു നോട്ടാണ്. അത് വെച്ചിട്ട് നമുക്ക് ഈസിയായി ചിന്തിക്കാം. ഇനി ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 3, 8, 6 അങ്ങനെ കുറച്ച് നമ്പേഴ്സ് ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ത് വന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദീസ് നമ്പേഴ്സ് ആർ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് xi 2.71 ആണ്. അങ്ങനെയാണെങ്കിൽ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 30, 80, 60 ഇവിടെ എന്താ സംഭവിച്ചത് അതായത് എല്ലാ നമ്പേഴ്സിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ vi is equal to 10 into xi ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണേണ്ടത് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ത് ചെയ്താൽ മതി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് yi കാണാൻ ഇവിടെ നമ്മൾ പഠിച്ചു എനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെയും ആ എനെ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ അതിൻ്റെ മോഡുലസ് വാല്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ 10 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തത്
10 കൊണ്ടാണ് ഈ 3നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 30, ഇത് 80, ഇത് 60 അങ്ങനെ വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ 10 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഐ ചെയ്താൽ മതി. 10 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഐ എന്താ 2.71, അത് 27.1 എന്ന് കിട്ടും. 27.1 ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, ദ വേരിയൻസ് ഓഫ് 240, 260, 270, 280 അതിൻ്റെ വേരിയൻസ് ആണ് കാണാൻ ചോദിച്ചത്. ഇടത് കാണുമ്പോൾ ഇതിൻ്റെ സ്ക്വയറിൻ്റെ സം എന്നൊക്കെ പറയുമ്പോൾ സ്ക്വയറൊക്കെ കാണേണ്ടി വരുമല്ലോ. അപ്പോൾ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, വലിയ നമ്പേഴ്സിന് സ്ക്വയർ കാണേണ്ടി വരും. അപ്പോൾ ഞാൻ ചെറിയൊരു പരിപാടി ചെയ്യാം. ഇവിടെ നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് വേരിയൻസിലേ ഈ ആഡ് ചെയ്ത നമ്പറിനെ കൊണ്ട് വേരിയൻസിൽ ഒരു ചേഞ്ച് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനെന്ത് ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും വേരിയൻസിൽ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ടേ ഇവിടെ ഞാൻ ചെറിയൊരു പരിപാടി എടുക്കുന്നുണ്ട്. ഇവിടുത്തെ എക്സ് ഐ എന്ന് പറയുമ്പോൾ ഏതൊക്കെ 240, 260, 270, 280 ആണ്. ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും വൈ ഐ ഇസ് ഈക്വൽ ടു ഞാൻ ഏകദേശം ഇതിൻ്റെ ഒരു സെൻട്രലിൻ്റെ ഒരു വാല്യൂ ഇപ്പോൾ എക്സാമ്പിൾ 260 എല്ലാത്തൊന്നും മൈനസ് ചെയ്തു, ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ? 260 നിന്ന് മൈനസ് ചെയ്താൽ -20, ഇവിടെ 0, ഇവിടെ എന്താവും 10, ഇവിടെ 20, കുറച്ചും കൂടി ചെറുതായല്ലോ. ഇനി വേണമെങ്കിൽ 2നെ കൊണ്ട് 10നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ചെയ്യാം. ഞാൻ പറഞ്ഞ ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട എഴുതിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ നിർത്തുകയാണ്. ഇനി ഇവിടെ അല്ലെങ്കിൽ ചെയ്യണോ? ഡിവൈഡ് ചെയ്താൽ എന്ത് ചെയ്യേണ്ടി വരും? അതിൻ്റെ സ്ക്വയർ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു പരിപാടി ചെയ്യേണ്ടി വരും. ഇവിടെ നിങ്ങൾക്ക് കണ്ടതിൻ്റെ വേരിയൻസ് ആണ്. ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. വേരിയൻസിൽ വ്യത്യാസം വരില്ലല്ലോ. ഇവിടെ വേരിയൻസ് ഓഫ് വൈ ഐയും വേരിയൻസ് ഓഫ് എക്സ് ഐയും ഇവിടെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ വേരിയൻസ് ഓഫ് വൈ ഐ കാണാണ്. വേരിയൻസ് ഓഫ് വൈ ഐ എന്താ ഇവിടെ കാണാൻ? ഇതിൻ്റെ സിഗ്മ കണ്ടേ, ഇതിൻ്റെ വൈ ബാർ കാണണ്ടേ? ഇതിൻ്റെ വൈ ബാർ എന്താ? -20 + 0 + 10 + 20 / 4. 10/4 5/2 എന്നല്ലേ വരാം. റെഡി? അപ്പോൾ ഇവിടെ സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ n - x ബാർ സ്ക്വയർ, ഇതാണ് ഫോർമുല വേരിയൻസ് കാണാനുള്ളത്. അപ്പോൾ സിഗ്മ എക്സ് ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോ ആൾക്കാരുടെ സ്ക്വയർ -20യുടെ സ്ക്വയർ എത്ര? 400 + 0ൻ്റെ സ്ക്വയറോ 0 + 10ൻ്റെ സ്ക്വയർ 100 + 20യുടെ സ്ക്വയർ 400 തന്നെ വരും. 400 /4 -x ബാർ അവിടെ എന്താണ് അതിന് പകരം? അവിടെ വൈ ഐ ആയതുകൊണ്ട് ഞാൻ ഇവിടെ എങ്ങനെ ചെയ്തു? വൈ ഐ ആയത് കാരണം ഇവിടെ ഇദ്ദേഹത്തെ എങ്ങനെ എഴുതാം? വൈ ബാർ സ്ക്വയർ. അപ്പോൾ സിഗ്മ വൈ ഐ - വൈ ബാർ എത്ര? 5/2. അതിൻ്റെ സ്ക്വയർ എന്ന് വരും. ഇവിടെ 400 + 400 800 + 100 എത്ര? 900. അപ്പം 900/4 -25/4. ഇവിടെ 900 - 25 എന്താ? 875/4. 875/4 എന്ന് വരും. ഓപ്ഷൻ ഈസ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ലേ അല്ലേ? അപ്പോൾ അതോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു? അവസാനിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് PYQs ഒക്കെ ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ ഒരു QR കോഡ് കൊടുക്കാം. അത് സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക? നോട്ടും ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും.